വയനാടൻ ജനത നിലനിൽപ്പിനായുള്ള സമരത്തിനായി ഇറങ്ങിയിരിക്കുകയാണ്. വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വയനാട് കേണിച്ചിറയിൽ പശുക്കളെ കൊന്ന കടുവ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഞായറാഴ്ച രാത്രിയോടെ കുടുങ്ങിയെങ്കിലും പരിഭ്രാന്തി മാറാതെയാണ് ഇപ്പോഴും വയനാട്ടുകാർ. കേരള വനം വകുപ്പ് മലയോര കർഷകരോട് ചെയ്യുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാനന്തവാടി രൂപത KCYM നടവേൽ മേഖലയുടെ നേതൃത്വത്തിൽ കേണിച്ചിറ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. വയനാടൻ ജനതയ്ക്ക് മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളിൽ നിന്ന് ഒരു അയവും സംഭവിക്കുന്നില്ല. കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും കരടിയുടെയും ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോഴാണ് കബനി നദിയിലൂടെ കർണാടക വനത്തിൽ നിന്നും കടുവയും പുലിയും വയനാട്ടിലേക്ക് നീന്തിക്കയറുന്നത്. കാർഷിക മേഖലയിൽ മാത്രം വരുമാനം കണ്ടെത്തുന്ന ഈ ജനതയുടെ കന്നുകാലികളെ പിടികൂടുകയാണ് ഈ കടുവയും പുലിയും അടങ്ങുന്ന മാംസഭുക്കുകളായ വന്യമൃഗങ്ങൾ. ഒരു കടുവയെ പിടികൂടിയതുകൊണ്ട് ശാശ്വതമായ പരിഹാരം ആകുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങളുടെ ഇടവകയിലെ 3 കർഷകരുടെ പശുക്കൾ കടുവ കൊന്നു തിന്നു. അതിനെതിരെ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് പ്രതിഷേധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത് കടുവയെ കൊല്ലണം. മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇനി മുതൽ ഉണ്ടാകരുത്. ഗവൺമെൻറ്റും ഉന്നത അധികാരികളും വനവും വകുപ്പ് ഉദ്യോഗസ്ഥരും വേണ്ടതായ എല്ലാ നടപടിക്രമങ്ങളും ചെയ്യണം. മൃഗങ്ങൾ വനത്തിൽ വസിക്കട്ടെ. നാട് ജനത്തിനുള്ളതാണ്. ഞങ്ങൾക്ക് വേണ്ടതായ നീതി നടത്തിത്തരണം എന്നതാണ് ഞങ്ങളുടെ അപേക്ഷ. കേരള വനം വകുപ്പ് മലയോര കർഷക ജനതയോടുള്ള വിവേചന മനോഭാവം അവസാനിപ്പിക്കുക. തുടരെ ഉണ്ടാകുന്ന വന്യമൃഗാക്രമണം അവസാനിപ്പിക്കുക. കാട്ടിലെ മൃഗങ്ങളെ കാട്ടിലാക്കി നാട്ടിലെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക. ദിവസങ്ങളായി കേണിച്ചിറയിലും പരിസര പ്രദേശങ്ങളിലും ഭീതി പരത്തുന്ന നരഭോജി കടുവയെ പിടികൂടിയാൽ മാത്രം പോരാ, കൊന്നുകളയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാനന്തവാടി രൂപത KCYM നടവയൽ മേഖലയുടെ നേതൃത്വത്തിൽ കേണിച്ചിറ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. ജനങ്ങളുടെ സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്തുക. കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യുക. കടുവയുടെ ആക്രമണത്തെ തുടർന്ന് ചത്ത പശുക്കളുടെ ജഡവുമായി നാട്ടുകാർ കഴിഞ്ഞ ദിവസം നടുറോട്ടിൽ കുത്തിയിരിപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചിരുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണാധികാരികൾ ജനങ്ങൾക്ക് നേരെ മുഖം തിരിക്കുകയാണെന്നാണ് മലയോര ജനതയുടെ ആക്ഷേപം. KCYM നടവയൽ മേഖലാ പ്രസിഡന്റ് നിഖിൽ ചൂടിയാങ്കൽ, ജോയിന്റ് സെക്രട്ടറി അബിൻ തറിമാക്കൽ, രൂപത സെക്രട്ടറി ടിജിൻ ജോസഫ്, അഖിൽ മുരിങ്ങമറ്റം, ജോയൽ ബേബി എന്നിവർ നേതൃത്വം നൽകിയ പ്രതിഷേധ റാലി കോണിച്ചിറ ഇടവ വികാരി റവറൻ ഫാദർ ജോഷി പുൽപ്പായിൽ ഉദ്ഘാടനം ചെയ്തു. കോണിച്ചിറ ഇൻഫന്റ് ജീസസ് കോൺവെന്റ് സന്യാസികളടക്കം നിരവധി പേർ പങ്കാളികളായി. ഷെക്കേന ന്യൂസ്, വയനാട്. യുവജനത ഇന്നത്തെ ഈ സമൂഹത്തിന് വേണ്ടി, ഇവിടുത്തെ പ്രതിസന്ധികൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുമ്പോൾ കേണിച്ചിറ ഇടവകയിലെ എല്ലാ ആശംസകളും നേരുകയാണ്. നമ്മൾ ഉന്നയിക്കുന്ന